എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് എനിക്ക് വന്ന റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കുന്ന റെസിപ്പിയാ, അതായത് ചിക്കൻ കട്ട്ലേറ്റ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത് ചെറിയ പീസാക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് വേണം 3 പൊട്ടറ്റോയും ഞാനിവിടെ ബോയിൽ ചെയ്ത്. ഈ പൊട്ടറ്റോ നന്നായി ബോയിൽ ചെയ്യണം, കാരണം നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ അത് പൊടിയണം. ആ വിധത്തിൽ നമുക്ക് ആദ്യം ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ചിക്കൻ ഒരു പാത്രത്തിലോട്ടിടുക. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഈ ചിക്കൻ വേവാൻ ഉപ്പിന് കൂടിട്ട് നമുക്ക് സ്വല്പം വെള്ളം, ഒത്തിരി വെള്ളം ആക്കണ്ട, കാരണം ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ മിക്സിയിൽ അടിക്കാനുള്ളതാണ്. ഇതിലോട്ട് ഞാനിപ്പം ഇത്രയും 1 ഇഞ്ചിയാ എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ പീസ് എടുത്ത് നന്നായി ചതച്ച് അത് ഇതിന്റെ അകത്തോട്ട് ഇടാം. അത് മൊത്തം ഞാൻ എടുത്തില്ല, കുറച്ച് ഇതിന്റെ അകത്ത് ഇടാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം, എന്നിട്ട് മിക്സ് ചെയ്ത് വേവിക്കാം. അതൊന്ന് വേവട്ടെ. ഇതിപ്പോ ചിക്കൻ്റെ അകത്ത് വെള്ളം എല്ലാം നന്നായി പറ്റിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. അതേ കടായിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1 സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, ഞാൻ കാണിച്ചതിന്റെ ബാക്കി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില അരിഞ്ഞത്. ഇത്രയും നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഉള്ളി ഒത്തിരി ബ്രൗൺ കളറിൽ വഴരേണ്ട, അതുകൊണ്ട് ഇത്രയും വഴന്നാ മതി. അതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടാം. ഞാനിപ്പം മിക്സിക്കകത്ത് ഈ നമ്മൾ ചിക്കൻ വേവിച്ചത് അരച്ചിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഒരു സ്വല്പം, ഇപ്പൊ ചിക്കൻ ഉപ്പിട്ടാ വേവിച്ചത്, ഒരു സ്വല്പം ഉപ്പ് ഇനി ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്വല്പം ഉപ്പ്, അരിഞ്ഞ ഒരു ഇച്ചിരി കൂടെ കറിവേപ്പില. നന്നായി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗരം മസാലയുടെ മണം കുറവായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടെ ഗരം മസാല ചേർക്കാം. ഇതിപ്പോ എനിക്ക് നന്നായി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കിയത് ഒന്ന് തണുക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്കിനി പൊട്ടറ്റോയുടെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്തോട്ട് ആ പൊട്ടറ്റോയുടെ ചേർക്കാം, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോ ഇത് തണുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ ആ ഉരുളൻകിഴങ്ങും ആ ചിക്കനൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉരുളൻകിഴങ്ങ് നന്നായി വെന്തിരിക്കണം. ഇത് നന്നായി പൊടിഞ്ഞിരിക്കണം ഉരുളൻകിഴങ്ങ്, പീസായിട്ടൊന്നും വരല്. അതുകൊണ്ട് അതുപോലെ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. 2 മുട്ട പൊട്ടിച്ചതും കലക്കി വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ ഇതുണ്ടാക്കാം. ഒരു ഉരുള ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. അതിന്റെ വെള്ളയിൽ ഇങ്ങനെ വെച്ച് ഒന്ന് പരത്തി എത്രയും വലിപ്പം വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം ഈ മുട്ടയിലോട്ടൊന്ന് മുക്കി ഈ ബ്രെഡ് പൊടിക്കകത്തോട്ട് മൊത്തത്തിൽ മുക്കി എടുക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കുക. അങ്ങനെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കാം. ഒരു ഉരുള എടുത്തിട്ട് അതിന്റെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് മുട്ടയ്ക്കകത്ത് മുക്കുക. എന്നിട്ട് ബ്രെഡ് പൊടിയിലോട്ട് ഇങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഇപ്പൊ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ. ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി. ഇനി അതിലോട്ട് നമുക്ക് ഓരോന്നും പറക്കിയിട്ട് മൊരിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് പൊരിക്കണേ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞിതാവും. നന്നായി ഇത് മൊരിഞ്ഞ് നമുക്ക് കിട്ടണം. ഒരു സൈഡ് ഇതാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. ഇതിപ്പോ രണ്ട് സൈഡും നന്നായി മൂത്തിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലോട്ട് കോരാൻ പോവാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു.